नमस्ते। पिछले कक्षा में जो कुछ पढ़ाई की उसका वादन किया क्या? നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്തുവായിരുന്നു പഠിച്ചത്? എവിടം വരെയായിരുന്നു പഠിച്ചത്? ലോൺ പോങ്കാറിന്റെ പുത്രൻ 2 പ്രാവശ്യം ഷീപ്പിനെയും കൂടെ പോയി മാർക്കറ്റിൽ പോയി. അവൻ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ആരോട് പറഞ്ഞായിരുന്നു? തന്റെ അച്ഛനോട് പറഞ്ഞു. ആ പെൺകുട്ടി അവനെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളെല്ലാം ആരോട് പറഞ്ഞു? ലോൺ പോങ്കാറിന്റെ മോൻ ലോൺ പോങ്കാറിനോട് പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്തോ പറഞ്ഞു? നീ ആ പെൺകുട്ടിയോട് പറ, ആ ലഡ്കിയോട് പറ, എനിക്ക് നൗ ഹാത്ത് ലെമ്പി ജെസി 9 മുഴം നീളമുള്ള ഒരു ചാരം കൊണ്ടുള്ള ഒരു കയറ് ഉണ്ടാക്കി തരാൻ ആര് പറഞ്ഞു? പെൺകുട്ടിയോട് പറയാൻ ലോൺ പോങ്കാറിന്റെ മോനോട് ലോൺ പോങ്കാർ പറഞ്ഞു. അതേപോലെ അവൻ ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു. അപ്പൊ പെൺകുട്ടി എന്തു പറഞ്ഞു? ഒറ്റ കണ്ടീഷനോട് ഞാൻ ചാരം കൊണ്ടുള്ള കയറുണ്ടാക്കി തരാം, പക്ഷെ ഒരു കണ്ടീഷൻ. എന്തുവായിരുന്നു കണ്ടീഷൻ? ഞാൻ ഉണ്ടാക്കി തരുന്ന കയറ്, ആ കയറ് കൊണ്ടുള്ള മാല അണിയണമെന്ന് പറഞ്ഞ് ചാരം കൊണ്ടുള്ള ആ മാല നിന്റെ അച്ഛൻ അണിയണം. ഒറ്റ കണ്ടീഷൻ, കയറുണ്ടാക്കി തരാം, പക്ഷെ അത് ലോൺ പോങ്കാർ അണിയണം. ഇത്രയുമായിരുന്നു അങ്ങനെ പറഞ്ഞു പോന്നു. അത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ലിസൺ ഹിയർ. ആ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കിക്കേ. നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫിൽ പഠിക്കാനുള്ള നോക്കിക്കേ. ആ ടെസ്റ്റിലോട്ട് നോക്കിയിരുന്നേ. अगले दिन लड़की ने नौ हाथ लंबी जैसी ली, उसे पत्थर के सिल पर रखा और जला दिया। टेसी जल गई, मगर टेसी के आगार की टाक बच गई। इसे वह सिल समेत लोन पोंगार के पास ले गई और उसे पहनने के लिए कहा। लोन पोंगार टेसी देखकर चकित रह गई। वे जानते थे कि टाक की टेसी को गले में पहनना तो दूर, उड़ाना भी मुश्किल है। हाथ लगाते ही वो टूट जाएंगी। लड़की की समझदारी के सामने उनकी अपनी चालाकी दरी रह गई। बिना वाद गवाए लोन पोंगार ने अपने बेटे की शादी का प्रस्ताव लड़की के सामने रख दिया। धूमधाम से उन दोनों की शादी हो गई। നോക്കിയേ, ടെസ്റ്റിലോട്ട് നോക്കിയേ. അകലെ ദിൻ ലഡ്കിനെ നൗ ഹാത്ത് ലംബി ജസീലി. അടുത്ത ദിവസം പെൺകുട്ടി എന്ത് ചെയ്ത്? 9 മുഴ നീളം, നൗ ഹാത്ത് 9 കൈ നീളമുള്ള കയറ് കൊണ്ടുവന്നു. ജസി ചെക്ക് റോപ്പ്, അതായത് കയറ് കൊണ്ടുവന്നു. ഉസെ പത്തർ കെ സിൽ പർ രഖാ ഔർ ജലാ ദിയ. അതെന്ത് ചെയ്തു? പാറക്കല്ലിന്റെ ശില്പം. എന്ന് വെച്ചാൽ പ്രതിമ എന്നുള്ള ആ ഒരു പ്രതിമ, പാറ കല്ലുണ്ടാക്കി പ്രതിമയുടെ മുകളിൽ വെച്ചിട്ട് ജലാദിയ എന്ത് ചെയ്ത്? കത്തിച്ചു. ടെസി ജൽഗി, കയറ് കത്തി. മകർ ടെസിക്ക് ആകാക്കി വെച്ച്, ഏത് ഇപ്പൊ കയറായി നമ്മൾ ഈ പാറ മുറത്ത് വെച്ച് ആ ഷേപ്പിൽ, ആ കയറിന്റെ അതേ ഷേപ്പിൽ തന്നെ കത്തി. അതെന്തുമായി? ചാരവായി. इसे वक्सिल समेत लोन पोंगार के पास ले गई और उसे पहनने के लिए कहा. ആ പെൺകുട്ടി എന്ത് ചെയ്ത്? ആ പ്രതിമയുടെ മുകളിലല്ലേ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാ ആ കയറ് വെച്ച് കത്തി. ആ കയറ് സഹിതം എടുത്ത് ആരുടെ അടുത്ത് കൊണ്ടുവന്ന്? ലോൺ പോങ്കാറിന്റെ അടുത്ത്. എന്തോ കയറ് ആ പ്രതിമ സഹിതം ആ പ്രതിമയുടെ പുറത്ത് വെച്ച് ആ കയറ് കത്തിച്ച് ആ കയറ് ആയിട്ട് എവിടെ ചെന്ന്? ലോൺ പോങ്കാറിന്റെ അടുത്ത് ചെന്ന്. എന്നിട്ട് എന്തുവാ പറഞ്ഞേ? ഉസെ പഹന്നെ കീലിയൊക്കെ ഇത് കഴുത്തിലാണ്. ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നല്ലോ. എന്തുവായിരുന്നു? ഞാൻ കയറുണ്ടാക്കി തരാം, പക്ഷെ അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു? കഴുത്തിൽ അണിയണമെന്ന് പറഞ്ഞു. പക്ഷെ ആ പെൺകുട്ടി കയറ്, ആ ചാരം കൊണ്ടുള്ള കയറുണ്ടാക്കി ആരുടെ അടുത്ത് കൊണ്ടുവന്നു? ലോൺ പോങ്കാറിന്റെ അടുത്ത് കൊണ്ടുചെന്നു. എന്നിട്ട് എന്തുവാ പറഞ്ഞത്? എന്നെ കയറ് കൊണ്ടുവന്ന് കഴുത്തിൽ അങ്ങ് അണിയാൻ പറഞ്ഞു. ലോൺ പോങ്കാർ ലോൺ പോങ്കാർ എന്ത് ചെയ്ത്? ആ കയറ് കണ്ടങ്ങ് അത്ഭുതപ്പെട്ടു. ചകിത് വെച്ചാൽ സർപ്രൈസ്. നോക്കിക്കേ, ചകിത് സർപ്രൈസ് കണ്ടോ? അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. എന്തുകൊണ്ട്? കയറ് കണ്ടു. ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. ചാരം കൊണ്ടുള്ള കയറുണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു. അത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? നോക്കിക്കേ. അത് തൊടാൻ പോലും പറ്റത്തില്ല. പിന്നെ അതെങ്ങനെയാണ്? ചാരം കൊണ്ടുള്ള കയറ് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ അത് പൊട്ടിയോ? പക്ഷെ അത് കഴുത്തിൽ അണിയാൻ പറ്റുമോ? തൊടാൻ പറ്റാത്ത സാധനം എങ്ങനെ എടുത്ത് കഴുത്തിൽ അണിയുന്നത്? വളരെ ബുദ്ധിമുട്ടാണ്. ഉഡാന ഫി മുഷ്കിൽ എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട്. അതിന്റെ ഓപ്പോസിറ്റ് എന്തുവാ? ആസാൻ, ഈസി എന്ന് വെച്ചാൽ മുഷ്കിൽ
ആസാൻ. ഹാത്ത് ലഗാത്തേക്ക് ടൂട്ട് ജായെങ്കിൽ, കൈകൊണ്ട് തൊടാൻ പോലും പറ്റത്തില്ല. എന്ത് തൊട്ടാൻ എന്ത് പൊട്ടിപ്പോവും. ലഡ്കിക്ക് സമജ്ദാരിക്ക് സാമനെ അപ്പനെ ചാലാക്കി ദരി രഖ് ഗയി. ലഡ്കിയുടെ അറിവിന്റെ മുമ്പിൽ തന്റെ ക്ലവർനെസ് ചാലാക്കി, തന്റെ ക്ലവർനെസ് ഒട്ടുമേല, അതിനെക്കാട്ടി വേറും തടിയാക്കി. എന്നെക്കാട്ടി എത്രയോ ബുദ്ധിയുള്ള കുട്ടിയാണ് ഈ പെൺകുട്ടിയെ നാല് മനസ്സിലാക്കി. ലോൻ പോകർ അന്നേരം മനസ്സിലാക്കി. ബിനാ വഖ്ത് ഗവായെ ലോൻ ബോൻഗ കെ ബേटे की शादी का प्रस्ताव लड़की के सामने रख दिया. ലോൻ പോങ്കർ ബിനാ വഖ്ത് വെച്ച ഒരു ശകലം പോലും സമയം കളയാതെ ലോൻ പോങ്കർ ആ പെൺകുട്ടിയോട് ചോദിച്ചു തന്റെ മകനെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന്. ആര് ചോദിച്ചു? ലോൻ പോങ്കർ. ആരോടാ ചോദിച്ച്? ആ പെൺകുട്ടിയുടെ അടുത്ത് ചോദിച്ചു. ധൂംധാം സെ ഉൻ ദോനോ കി ഷാദി ഹോ ഗയി. വളരെ ആർഭാടമായിട്ട് അവരുടെ വിവാഹം നടത്തിക്കൊടുത്തു. ആര്? ലോൻ പോങ്കർ. ഈ പാഠത്തിൽ ഇത്രയുമാണ് നമ്മൾ പഠിച്ചതുകൊണ്ട് ഈ പാഠം ഇവിടെ തീർന്നു. എല്ലാവരും ഈ പാഠം 3 times വായിക്കണം. വായിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ നോട്ട്സ് തരാം. നോട്ട്സ് എഴുതാൻ ഹിന്ദിക്കൊരു 1 ലൈൻ്റെ ബുക്കാണ്. എല്ലാവരും ഹിന്ദിക്കൊരു 1 ലൈൻ്റെ ബുക്ക് എടുത്തിട്ട് വെക്കണം. ഓക്കെ.